കഴക്കൂട്ടത്തു നിന്ന് കാണാതായ 13 വയസ്സുകാരിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് CWC തിരുവനന്തപുരം ജില്ലാ ചെയർപേഴ്സൺ ഷാനിബ ബീഗം പറഞ്ഞു. കുട്ടിയെ നാട്ടിലെത്തിച്ച ശേഷം നിയമ നടപടി സ്വീകരിക്കുന്നത് ഉൾപ്പെടെ ആലോചിക്കും. കുട്ടിക്കും മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് നൽകുമെന്നും ഷാനിബ ബീഗം 24-നോട് പറഞ്ഞു. ഫുഡ് കഴിച്ചു, ഇന്നലെ ഉറങ്ങി, പിന്നെ ഇനി വീട്ടിലേക്ക് വരണം, അപ്പം അച്ഛനെയും അമ്മയും കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. ഇവിടെ നാളെ വന്നുകൊണ്ടിരിക്കുകയാണ്. മോളെ നാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, ഒരു പ്രശ്നവുമില്ല, മെഡിക്കൽ എടുക്കും, അങ്ങനെ ചെയ്യും. ഉറപ്പായിട്ടും ചെയ്യണമല്ലോ. കുട്ടിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ എന്താണ് എന്നുള്ളതൊക്കെ നോക്കും. പിന്നെ അവൾക്ക് കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ പാരന്റ്സിനും കുട്ടിക്കും കൗൺസിലിംഗ് കൊടുക്കുന്നത് ഉൾപ്പെടെ ചെയ്യും. എത്രയും വേഗം പാരന്റ്സിന്റെ അകത്ത് എത്തിക്കുകയും ചെയ്യും. 13-കാരിയെ കണ്ടെത്താനുള്ള നീക്കങ്ങളിൽ നിർണായകമായത് 24-ന്റെ ഇടപെടലുകൾ. ചൊവ്വാഴ്ച വൈകിട്ട് പോലീസ് തിരച്ചിൽ ആരംഭിക്കുന്നതു മുതൽ 24 വാർത്താ സംഘവും കുട്ടിക്കായി നാട് മുഴുവൻ തിരഞ്ഞു. ഒടുവിൽ ഞങ്ങളുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ് നടത്തിയ സമയോചിത ഇടപെടലിലാണ് വിശാഖപട്ടണത്തു നിന്നും പെൺകുട്ടിയെ കണ്ടെത്തിയത്. കഴക്കൂട്ടത്ത് നിന്നും 13-കാരിയെ കാണാനില്ലെന്ന വാർത്ത ചൊവ്വാഴ്ച വൈകിട്ട് 5:45-നാണ് 24 പുറത്തുവിടുന്നത്. പിന്നീട് അങ്ങോട്ട് തിരച്ചിലിന്റെ മണിക്കൂറുകൾ. ചൊവ്വാഴ്ച രാത്രി മുഴുവൻ പോലീസ് നടത്തിയ തിരച്ചിലിൽ 24-ഉം ഭാഗമായി. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെ കുട്ടി തമിഴ്നാട്ടിലേക്ക് പോയെന്ന നിർണായക വിവരവും 24 പുറത്തുവിട്ടു. ഒരു കുട്ടി നോർമലായിട്ട് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ് കാണുമ്പോൾ തന്നെ നമ്മുടെ മലയാളി ആണെന്ന് തോന്നിയില്ല. എന്നാലും ഞാനിത് ഫോട്ടോ എടുത്ത് വെച്ചിരുന്നേ ഉള്ളൂ. അന്ന് രാവിലെ 24 ന്യൂസിന്റെ തന്നെയാണ് ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്നത് യൂട്യൂബില്. മഴയായോണ്ട് അപ്പൊ അതിൽ വിളിച്ചപ്പോഴാണ് പിന്നെ പോലീസ് തിരിച്ച് വിളിച്ചെന്നെ അറിയിച്ചത്. പിന്നാലെ പോലീസ് സംഘത്തോടൊപ്പം കന്യാകുമാരിയിലേക്ക്. റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും പോലീസിനൊപ്പം 24-ഉം കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തി. ഒടുവിൽ പോലീസ് അന്വേഷണം ചെന്നൈയിലേക്ക്. മുന്നോട്ടു പോകാനുള്ള തുമ്പിനായി പോലീസ് കാത്തുനിന്നപ്പോൾ 24 പ്രേക്ഷകരെ ഒപ്പം ചേർത്ത് ജനകീയ തിരച്ചിൽ ആരംഭിച്ചു. 7:45-ന് എഗ്മോറിൽ നിന്ന് പുറപ്പെടുന്ന താമ്പരം സാന്ത്രാഗച്ചി അന്ത്യോദയ എക്സ്പ്രസ്. 24 തിരുവനന്തപുരം റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ് വിശാഖപട്ടണത്തെ മലയാളി സമാജം പ്രവർത്തകരെ വിളിച്ച് സഹായം തേടി. ഒടുവിൽ ആ സന്തോഷ വാർത്ത 24 പ്രേക്ഷകർക്ക് സമ്മാനിച്ചു. കുഞ്ഞിനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുന്നു, 24 സംഘം രക്ഷിച്ചിരിക്കുന്നു, ഞങ്ങളിതാ തിരിച്ചു കൊണ്ടുവരുന്നു കേരളത്തിലേക്ക്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ഞങ്ങളിതാ കൊണ്ടുവരുന്നു എന്ന അഭിമാനത്തോടെയും ചാരിതാർത്ഥത്തോടെയും സന്തോഷത്തോടെയും ആണ് ഈ വാർത്ത ഇപ്പോൾ പുറം ലോകവുമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഗോപി, പ്രേക്ഷക പിന്തുണയോടെ 24 നടത്തിയ നീക്കങ്ങൾ അസം സ്വദേശികളായ കുട്ടിയുടെ മാതാപിതാക്കളുടെ സന്തോഷത്തിന് കാരണമായി. তুমি আমার বার্থডে আসলো, বাবার বার্থডে তুমি বাবারে হয়ে গেল না? হ্যাঁ, ഹലോ മകോ. ആശങ്കയുടെ 37 മണിക്കൂർ 24-നോടൊപ്പം നിന്ന പ്രേക്ഷകർക്ക് നന്ദി. 24 തിരുവനന്തപുരം.